ഹായ് എവ്രിവൺ, എൻ്റെ പേര് അഖില. ഞാൻ ആളുടെ സിസ്റ്ററാണ് അനക. ഞങ്ങൾ മോമിൽഡിന്റെ സേവന ഹോസ്പിറ്റലിലെ മോമിൽഡിന്റെ സൗകര്യങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. ഞാൻ എൻ്റെ 3rd മന്തിലാണ് സേവന ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ മോമിൽഡിനെ കുറിച്ചിട്ട് ഞങ്ങൾ കേട്ടറിഞ്ഞത്. അപ്പോൾ ഒരു PRO വന്ന് എന്നോട് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ചും കൂടി ഇത് നല്ലതായിരിക്കും എന്നൊക്കെ. സോ അങ്ങനെയാണ് ഞങ്ങൾ മോമിൽഡ് ചൂസ് ചെയ്തത്. സോ നല്ലൊരു കാര്യമായിരുന്നു ഞങ്ങൾ മോമിൽഡ് ചൂസ് ചെയ്തത്. കാരണം നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകും, നമ്മളുടെ ഹോസ്പിറ്റലിൽ എന്താണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ മറന്നു പോകും. പക്ഷെ ഇവരെന്ത് ചോദിച്ചാൽ നമുക്ക് തലേ ദിവസം തന്നെ നമ്മളെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യും. എനിക്ക് ഇന്ന ടൈമിൽ നിങ്ങൾ വന്നാൽ മതി, എപ്പോഴാണ് നിങ്ങൾ ചെല്ലേണ്ടത് എന്ന് നേരത്തെ കൂട്ടി അവർ വിളിച്ച് പറയും. സോ അപ്പൊ നമുക്ക് നമ്മുടെ ടൈം നമുക്ക് മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോൾ കൺസൾട്ടിങ് ടൈം ഒക്കെ നമുക്ക് ഭയങ്കര കൺസ്യൂമിങ് ആയിരിക്കും. ചിലപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഒക്കെ എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇവരുടെ കേസിൽ എങ്ങനെയാ വെച്ചാൽ ഒരു കൃത്യം ടൈം പറയും. നമുക്ക് ആ ടൈമിൽ അവിടെ എത്തിയാൽ മാത്രം മതി. പിന്നെ എല്ലാത്തിനും നമുക്ക് പ്രിയോറിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മളൊരു സ്കാനിങ്ങിന് പോവാച്ചാലും എന്തിനു പോവാച്ചാലും നമ്മളാണ് ഫസ്റ്റ് അവിടെ ഉണ്ടാവുക. ഇപ്പോ അവർ ടൈമും പറഞ്ഞുതരും. അത് കൂടാതെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ മോമിൽഡിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി പ്രിയോറിറ്റി ഉണ്ട്. സോ നമുക്ക് വേഗം ചെന്ന് സ്കാനിങ്ങിനായാലും പാർക്കിങ്ങിനായാലും എല്ലാത്തിനും നമുക്കൊരു മുൻഗണന ഉണ്ട്. അതൊരു നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ അവരുടെ സ്റ്റാഫുകള്, അതുപോലെ എല്ലാരും, നഴ്സുമാര് എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു അല്ലെ. ഞങ്ങക്ക് പുണ്യായതിനു ശേഷം രാത്രിയൊക്കെ ഡെലിവറി ടൈമിൽ നമുക്ക് എപ്പോ ഒരു ബ്ലാക്ക് പ്രസ് ചെയ്താൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ആളോടെ എത്തും, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരും. അതൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ ഒരാൾക്ക് ബൈസ്റ്റാൻഡർ ഒരാളാണെങ്കിലും ഇവിടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ട്. അവര് നമ്മുടെ റിലേറ്റീവ്സിനെ പോലെ, നമ്മുടെ ഉള്ള ഒരാളെ പോലെ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. ഹോസ്പിറ്റലാണ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഒരു ഫ്രണ്ട്സിനോട് നമ്മൾ വർത്താനം പറയുന്നു, അതുപോലെ തന്നെ ഇരുന്നോടത്തെ എല്ലാ സ്റ്റാഫുകളും നമ്മളോട് വർത്താനം പറഞ്ഞിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ബർത്ത് കൗൺസിലർ ഫിദ മാമിനെ കുറിച്ചാണ്. അപ്പൊ ഫിദ മാം ഞങ്ങൾക്ക് ഡെലിവറിയുടെ ടൈമിൽ എല്ലാ ദിവസവും ഞങ്ങളെ റൂമിലേക്ക് വരും. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ വിധത്തിലുള്ള നമുക്ക് യോഗ പ്രാക്ടീസുകള്, എക്സസൈസ് ഒക്കെ പറഞ്ഞുതരും. ഞങ്ങൾ LDR സ്യൂട്ടിലായിരുന്നപ്പോൾ പോലും മാം വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും, നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും മാം ഡെയിലി വന്നിട്ട് ഉണ്ണിനെ വന്ന് കാണുക ഒക്കെ ചെയ്തിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് മൊബൈലില്. നമ്മുടെ ഡോക്ടർ തുളസി ഡോക്ടറിനെയാണ് ഞങ്ങൾ കാണിച്ചിരുന്നത്. തുളസി ഡോക്ടർ ഞങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നല്ല സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് സിസേറിയൻ ആണ് ഉണ്ടായത്, പക്ഷെ എനിക്ക് മാക്സിമം നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അത്രയും ശ്രമിച്ചിട്ടുണ്ട്. വേറൊരു ഹോസ്പിറ്റലും ഇത്ര ടൈം അവർ വെയിറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല. ആള് അത്രയും 2 days വരെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നോർമൽ മതി ഇത്രയും ആള് വെയിറ്റ് ചെയ്തു. പക്ഷെ വേറെ കുറച്ച് കാരണങ്ങളാണ് ഞങ്ങൾ സിസേറിയൻ ലാസ്റ്റ് ചൂസ് ചെയ്യേണ്ടി വരികയാണ് ചെയ്തത്. പക്ഷെ ഡോക്ടർ ഞങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്തായിരുന്നു. മൊബൈലിൽ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും അത് നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും ഇപ്പൊ കുറച്ചും കൂടി പ്രൈവറ്റ് ആയിട്ട് പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഇത് ചൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ഇവര് തരുന്നുണ്ട്. നമുക്ക് ഒരു പേടിയും വേണ്ട. ഇവിടുന്ന് സേവനയുടെ ഗേറ്റ് നമുക്ക് ഇവിടുന്ന് കടന്നാൽ നമുക്ക് എല്ലാ സപ്പോർട്ടിനോട് ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ പൊതുവെ എല്ലാവർക്കും ഇപ്പോൾ ഹസ്ബൻഡൊക്കെ ഡെലിവറിക്കൊപ്പം നിൽക്കണം എന്നൊക്കെ ഉണ്ടാവും. സോ നമുക്ക് LDR സ്യൂട്ട് ഉണ്ട്. സോ ഹസ്ബൻഡിനോ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും ഒപ്പം നിൽക്കാം. അപ്പൊ നമുക്കൊരു പേടി ഉണ്ടാവില്ല. നമ്മുടെ കൂടെ നമ്മുടെ ആൾക്കാരുണ്ടാവുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്കൊരു പേടി അത്ര ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മൊബൈലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ബർത്തിങ് എക്സ്പീരിയൻസ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. സോ അത്രയേ ഉള്ളൂ. ഓവറോൾ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും മൊബൈലിൽ ചൂസ് ചെയ്യാം. താങ്ക് യു മൊബൈൽ. താങ്ക് യു.